ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. ഇന്ന് നമ്മുടെ ദിവസമാണ്, നമ്മുടെ ഫിസിക്സിന്റെ ദിവസമാണ്. സോ നാളെയാണ് ഫിസിക്സ് പരീക്ഷ. ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 100% ഉറപ്പുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളുമായിട്ട് ഞാനും നമ്മുടെ സ്വന്തം JK സാറും ലൈവിൽ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ആരും മറന്നു പോരുത്. ഇന്നത്തെ ലൈവ് എല്ലാവരും, കേരളത്തിലുള്ള മുഴുവൻ SSLC വിദ്യാർത്ഥികളെയും ഇന്നത്തെ ലൈവിലോട്ട് സൈലമിയൻസ് ആയ നിങ്ങളാണ് കൊണ്ടുവരേണ്ടത്. സോ നാളത്തെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ ലൈവിൽ സെറ്റാക്കി എടുക്കാം. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 10 ചോദ്യങ്ങളാണ്. 35 മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന 10 ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത്. തയ്യാറല്ലേ? സോ മക്കളെ, ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്കൻഡ് ടെർമിനൽ ചാപ്റ്റേഴ്സ് ആണ്, അഥവാ EMI, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, അവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സോ രണ്ടാമത്തെ സെഗ്മെന്റിലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. 35 മാർക്കാണ് ഉറപ്പിക്കാൻ സാധിക്കുക. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, റൈറ്റ്? ഓക്കെ, നമുക്ക് നോക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജനറേറ്റർ. ജനറേറ്റർ ഓറിയന്റഡ് ആയ ഒരു ചോദ്യം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ജനറേറ്റർ. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയിട്ടാണ്. ആ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എപ്പോഴും മറ്റൊരു കാര്യം, അതിന്റെ പാർട്സ് എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ജനറേറ്ററിന്റെ ഓരോ പാർട്സ് പർപ്പസ് എന്താന്ന് ചോദിക്കാറുണ്ട്. മാഗ്നറ്റുകൾ, കാന്തങ്ങൾ ഉണ്ടാവും 2 സ്ഥലങ്ങളിലും. കാന്തങ്ങൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ആർമേച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം. ഇതൊരു സോഫ്റ്റ് അയൺ കോർ ആണെന്ന് വിചാരിക്കുക, പച്ചിരുമ്പ് കോറാണെന്ന് വിചാരിക്കുക. ഇതിന് മുകളിലൂടെ കോപ്പർ വയേഴ്സ് ചുറ്റി വെച്ചിരിക്കുന്ന ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ആർമേച്ചർ എന്ന് പറയുക. അതാണ് ആർമേച്ചർ. അവനാണ് നടുവിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത സ്ലിപ്പ് റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിപ്പ് റിംഗ് ഈ ആർമേച്ചറിന്റെ കൂടെ കറങ്ങുന്ന ഒരു ഭാഗമാണ് സ്ലിപ്പ് റിംഗ് എന്ന് പറയുക. ആർമേച്ചർ കറങ്ങുമ്പോൾ അവന്റെ കൂടെ കറങ്ങുന്ന ഒരു ഭാഗമാണ് സ്ലിപ്പ് റിംഗ് എന്ന് പറയുക. സ്ലിപ്പ് റിംഗും ബ്രഷുകളും എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് കറണ്ടിനെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ്. പുറമേക്ക് ബാഹ്യ സർക്യൂട്ടിലോട്ട് വൈദ്യുതിയെ എത്തിക്കുന്നത് സ്ലിപ്പ് റിംഗുകളും ഗ്രാഫൈറ്റ് ബ്രഷുകളുമാണ് കേട്ടോ. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. ജനറേറ്റർ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക, അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഇത്രയും കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാറുണ്ട് കേട്ടോ. സിമിലർ വേ ഇനി 2 തരം ജനറേറ്ററുകൾ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ് മക്കളെ? ആദ്യം നിങ്ങൾ കാണുന്നത് 2 റിംഗുള്ള ജനറേറ്റർ ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? 2 റിംഗുള്ള ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം AC ജനറേറ്റർ ആണ്. ഒരു റിംഗുള്ള ജനറേറ്റർ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഒരു റിംഗുള്ള ജനറേറ്റർ ആണെങ്കിൽ അത് DC ജനറേറ്റർ ആണ്. കഷ്ണം പോലെ മുറിഞ്ഞു കിടക്കുന്ന റിംഗ് ആണെങ്കിൽ DC ജനറേറ്റർ ആണ്. AC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. DC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. X ആക്സിസിൽ ടൈമും Y ആക്സിസിൽ EMF വെച്ചിട്ടാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഗ്രാഫ് ക്ലിയർ അല്ലേ? സോ AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ 2 റിംഗുകൾ ഉണ്ടാവും. ആ റിംഗിന്റെ പേര് സ്ലിപ്പ് റിംഗുകൾ എന്നാണ്. DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റിംഗിനെ 2 കഷ്ണമാക്കി വെച്ച പോലെ ആയിരിക്കും ഉണ്ടാവുക. ആ റിംഗിനെ വിളിക്കുന്ന പേരെന്താണ്? സ്പ്ലിറ്റ് റിംഗ് എന്നാണ്. എന്താണ്? സ്പ്ലിറ്റ് റിംഗ് എന്നാണ്. AC-യുടെയും DC-യുടെയും ഔട്ട്പുട്ട് കൃത്യമായി തന്നെ പഠിച്ചു വെച്ചു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അത് ഓറിയന്റഡ് ആയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് ജനറേറ്റർ ഈസ് ദിസ്? ഇത് ഏത് തരം ജനറേറ്റർ ആണ്? ഒരു സംശയവും വേണ്ട. ഇവിടെ 2 റിംഗുകൾ കാണാൻ സാധിക്കുന്നു, സ്ലിപ്പ് റിംഗുകളാണ്. സോ ഇത് AC ജനറേറ്റർ ആണ്. A എന്ന് പറഞ്ഞാൽ ബ്രഷസ് ആണ്, B എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് റിംഗ് ആണ്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയണം മാഗ്നറ്റ് ആണ്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം ആർമേച്ചർ ആണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാം. നെക്സ്റ്റ് വൺ, നെയിം ദ പാർട്സ് ലേബിൾഡ് A and B. നമുക്കറിയാം. ഡ്രോ ദ ഔട്ട്പുട്ട് ഗ്രാഫ് ഓഫ് ദ ഡിവൈസ്. AC ജനറേറ്റർ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലെയായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവുക. X ആക്സിസിൽ ടൈമും Y ആക്സിസിനകത്ത് EMF-ഉമാണ് പ്ലോട്ട് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത, ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC into DC in a generator. അഥവാ AC ജനറേറ്റർ ആണെങ്കിലും DC ജനറേറ്റർ ആണെങ്കിലും ആർമേച്ചർ കറങ്ങുന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് AC കറണ്ട് തന്നെയാണ്. പക്ഷെ പുറത്തോട്ട് വരുമ്പോൾ അത് DC ജനറേറ്ററിൽ AC DC ആയിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ എന്താണ് മാറ്റമുള്ളത്? ആ ജനറേറ്ററിനകത്ത് AC-യെ DC ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ആരാണ് മക്കളെ? സ്പ്ലിറ്റ് റിംഗ് ആണ്. ആരാണ്? സ്പ്ലിറ്റ് റിംഗ് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോട്ടെ. ഒരു ജനറേറ്ററിനകത്ത് ഉണ്ടാവുന്ന AC-യെ DC ആക്കി മാറ്റുന്നത് ആരാണ്? സ്പ്ലിറ്റ് റിംഗ് ആണ്. എന്താണ്? സ്പ്ലിറ്റ് റിംഗ് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോട്ടെ. പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അടുത്ത, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ജനറേറ്റർ? ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം എന്താണ് മക്കളെ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ടതാണ്, പ്രധാനപ്പെട്ടതാണ്.
സെറ്റ് അല്ലേ? സോ ജനറേറ്ററിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്. എന്താണ് ജനറേറ്റർ, അതുപോലെ തന്നെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിന്റെ പാർട്സ്, ഔട്ട്പുട്ട്, ഇത്രയും കാര്യം പറയണം. ഔട്ട്പുട്ട് ഓറിയന്റഡ് ആയ ഒരു കുഞ്ഞു കാര്യം കൂടിയുണ്ട്. ഇതിൽ ഏതാണ് DC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ് എന്ന് പറയുന്നത്? ഒരു സംശയവും വേണ്ട, ഇതാണ് DC ജനറേറ്റർ. പോസിറ്റീവ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതാണ് നമ്മുടെ സ്വന്തം AC ജനറേറ്റർ എന്ന് പറയുന്നത്. ഇത് DC ആണ്. ഇതെന്താണ് മക്കളെ? ഇത് ബാറ്ററി ആയിരിക്കും. ദിസ് വൺ ഈസ് ബാറ്ററി, DC ബാറ്ററി ആണ് കേട്ടോ. DC തന്നെയാ ബാറ്ററി, സ്റ്റഡി ആയിരിക്കും. ഇത് ഫ്ലക്ച്വേറ്റിംഗ് DC ആണ് ജനറേറ്ററിൽ ഉണ്ടാവുക. AC ആണെങ്കിൽ അതിന്റെ ഡയറക്ഷനും മാറും, മാഗ്നിറ്റ്യൂഡ് മാറും. ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നതാണ് DC-യുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് B ആണ് ഉത്തരം എന്ന് പറയുന്നത്. സെറ്റ്. അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നത് ഈ ട്രാൻസ്ഫോമർ. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതാണ് മക്കളെ? ട്രാൻസ്ഫോമർ. എന്തായാലും ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയ ഒരു ചോദ്യം നിങ്ങളുടെ ചോദ്യ പേപ്പർ ഉണ്ടാവും. കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഏറ്റവും വെയിറ്റേജ് കൂടിയ ഏറ്റവും വലിയ ചാപ്റ്റർ. സോ അതിലെ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്, ഒന്ന് ജനറേറ്റർ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ. രണ്ടിലേതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായും ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണും. അണ്ണൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് ട്രസ്റ്റ് മീ ഗൈസ്. ഓക്കെ, ട്രാൻസ്ഫോമർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പർപ്പസ് പഠിക്കാം. ആദ്യം എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് കൂട്ടാനും വോൾട്ടേജ് കുറയ്ക്കാനുമാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക. വോൾട്ടേജ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ്. വോൾട്ടേജ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ് പറയുക. ക്ലിയർ? അടുത്ത കാര്യം, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചു വെക്കുക. സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ആ പറയുന്ന രണ്ട് തരം ട്രാൻസ്ഫോമറിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ ആദ്യം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, രണ്ടാമത്തെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതാണ് സെക്കൻഡ് വൺ. സോ ആദ്യത്തെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എല്ലാവരും അറിയേണ്ടത് അത് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി ടേൺസ് പ്രൈമറി ടേൺസിനേക്കാളും കൂടുതലാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആയിരിക്കും. ഇവിടെ എങ്ങനെയാണ്? പ്രൈമറിയിലായിരിക്കും നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയേക്കാളും കൂടുതൽ. അടുത്തത്, വോൾട്ടേജ് സെക്കൻഡറിയിലായിരിക്കും കൂടുതൽ പ്രൈമറിയേക്കാളും. ഇവിടെ വോൾട്ടേജ് പ്രൈമറിയിലായിരിക്കും സെക്കൻഡറിയേക്കാളും കൂടുതലായിരിക്കുക. അടുത്തത് നമ്മുടെ കറണ്ടും തിക്നെസ്സുമാണ്. അത് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. കറണ്ടും തിക്നെസ്സും നേരെ ഓപ്പോസിറ്റ് ആണ്. കറണ്ട് ഇവിടെ പ്രൈമറിയിലായിരിക്കും സെക്കൻഡറിയേക്കാളും കൂടുതൽ. ഇവിടെ കറണ്ട് സെക്കൻഡറിയിലായിരിക്കും പ്രൈമറിയേക്കാളും കൂടുതൽ. അടുത്ത ഒരെണ്ണം കൂടി, തിക്നെസ്. ഇവിടെ തിക്നെസ് പ്രൈമറിയിലായിരിക്കും സെക്കൻഡറിയേക്കാളും കൂടുതൽ. ഇവിടെ തിക്നെസ് സെക്കൻഡറിയിലായിരിക്കും പ്രൈമറിയേക്കാളും കൂടുതൽ. നോക്കിക്കേടാ, എവിടെയാണ് തിക്നെസ് കൂടുതൽ? പ്രൈമറി കോയിലല്ലേ കട്ടി കൂടിയ വയേഴ്സ് ഉള്ളത്. ഇവിടെ കട്ടി കുറഞ്ഞ വയേഴ്സ് അല്ലേ? സോ പ്രൈമറിയിൽ തിക്നെസ് സെക്കൻഡറിയേക്കാളും കൂടുതലായിരിക്കും. ഇവിടെ നോക്കിക്കേ, തിക്നെസ് ഏറ്റവും കൂടുതൽ സെക്കൻഡറിയിലാണ്. സോ സെക്കൻഡറിയിലുള്ള തിക്നെസ് പ്രൈമറിയേക്കാളും കൂടുതലായിരിക്കും. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ അന്തസ്സായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ചിലപ്പോൾ ചോദ്യം ചോദിക്കാം, ഐഡന്റിഫൈ ദ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഫ്രം ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ റിലേഷൻഷിപ്പ് നൽകിയിട്ട് ചോദ്യം ചോദിക്കാം. ഓക്കെ, അടുത്ത ഫോർമുല. ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയിട്ട് ഉറപ്പായും ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. എങ്ങനെയുള്ള ചോദ്യമായിരിക്കും? ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. VS/VP ഈക്വൽ എന്താണ്? NS/NP. കറണ്ട് കൂടി റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ IP/IS. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. ഇത് ഓറിയന്റഡ് ആയ ചോദ്യം ചോദിക്കും. ഇവിടെ എല്ലാം സെയിം ആണ്. VS/VP NS/NP. കറണ്ട് വരുമ്പോൾ മാത്രം നേരെ തിരിച്ചു വരും. ദാറ്റ് ഈസ് IP/IS വരും. കറണ്ട് ആണെങ്കിൽ നേരെ തിരിച്ചു വരും, IP/IS വരും. പഠിക്കേണ്ടതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അടുത്ത, ഇനി കുറച്ച് ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ഇവിടെ നൽകിയിരിക്കുന്നത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ്? കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയേക്കാളും കൂടുതലാണ്. സോ ഇതെന്താണ് മക്കളെ? ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. വോൾട്ടേജ് കൂട്ടാൻ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, എന്താണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. MI മുംബൈ ഇന്ത്യൻസിന് ആലോചിച്ചാൽ മതി. MI മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക. അടുത്ത, സം കോയിൽസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ആർ മെയ്ഡ് തിക്ക്. വൈ? ട്രാൻസ്ഫോമറിന്റെ ചില കോയിൽസിന് കട്ടി കൂടുതലാണ്, തിക്നെസ് കൂടുതലാണ്. അതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് തിക്ക് കോയിൽസ് യൂസ് ചെയ്യുന്നത്? തിക്നെസ് കൂടി കഴിഞ്ഞു വെച്ചാൽ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ സാധിക്കും. താപരൂപേണയുള്ള ഊർജ്ജ നഷ്ടം കുറയ്ക്കാൻ സാധിക്കും. എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? തിക്നെസ് കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ക്ലിയർ അല്ലേ? സോ അതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ഒരു ന്യൂമറിക്കൽ എന്തായാലും ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയിട്ട് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. സോ ഇത്തരം ന്യൂമറിക്കൽസ് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് നോക്കാം. എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ 240 വോൾട്ട് AC. 240 വോൾട്ട് AC-യിലാണ് ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത്. വിച്ച് സപ്ലൈസ് എ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 8 വോൾട്ട് ടു എ ഇലക്ട്രിക് ബെൽ.
നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി ഈസ് 4800. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സെക്കൻഡറി. എന്താണ്? ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത് 240 വോൾട്ടിലാണ്. അതുപോലെ തന്നെ അത് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 8 വോൾട്ട് ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 8 വോൾട്ട് ആണ്. പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് 4800 ആണ്. സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ് ഈക്വൽ ടു 240 വോൾട്ട്. സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ് നൽകിയിരിക്കുന്നത്? 8 വോൾട്ട്. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എത്രയാണ് മക്കളെ പറയുന്നത്? 4800. കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ്. ഡയറക്റ്റ് ആയി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, ഇക്വേഷൻ അറിയാലോ. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ NS/NP ഈക്വൽ ടു VS/VP ആണ്. അങ്ങനെയാണെങ്കിൽ NS ഈക്വൽ ടു എന്ത് വരും? VS/VP ഇൻറ്റു എന്ത് വരും? NP എന്ന് വരും. സോ VS എത്രയാണ് മക്കളെ? 8 ആണ്. VP എത്രയാണ് മക്കളെ? 240 ആണ്. NP എത്രയാണ് മക്കളെ? 4800 ആണ്. വെട്ടിക്കളയട്ടെ. 0 0 പോയി. 24 48 2 തവണ 20 ഇൻറ്റു 8 എത്രയാണ്? 160. സോ ആൻസർ എത്രയാണ്? ആൻസർ 160 ആണ്. 160 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ അല്ല? കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയിൽ പ്രതീക്ഷിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ. ഇത്തരം ചോദ്യങ്ങളും പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ട്രാൻസ്ഫോമർ ഏത് തരമാണ് എന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. നോക്കടാ, IP ഈസ് ഗ്രേറ്റർ ദാൻ IS. IP ഈസ് ഗ്രേറ്റർ ദാൻ IS. ഇത് ഏത് ട്രാൻസ്ഫോമർ ആണ് മക്കളെ? ഒരു സംശയവും വേണ്ട, ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. TS ഈസ് ഗ്രേറ്റർ ദാൻ TP. തിക്നെസ് ഓഫ് ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ തിക്നെസ് ഓഫ് ദ പ്രൈമറി. സെക്കൻഡറിയിലുള്ള കട്ടി കൂടുതലാണ് എന്നാണ് പറയുന്നത്. സോ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. NP/NS ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് പറയുന്നത്. നോക്കണം, ഇവിടെ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഗ്രേറ്റർ ദാൻ 1 തന്നു കഴിഞ്ഞു വെച്ചാൽ എപ്പോഴും ന്യൂമറേറ്റർ ശ്രദ്ധിക്കുക മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സോ ന്യൂമറേറ്റർ വലുതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? NP ഈസ് ഗ്രേറ്റർ ദാൻ NS ആയിരിക്കും. NP ഈസ് ഗ്രേറ്റർ ദാൻ NS എന്ന് പറഞ്ഞാൽ ഏത് ട്രാൻസ്ഫോമറാണ് മക്കളെ? അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അടുത്തത്, ഇവിടെ ഒരു വരയുണ്ടേ. VS/VP ഈസ് ലെസ് ദാൻ 1. മക്കളെ, ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു വെച്ചാൽ താഴെയുള്ള ടേം വലുതും മുകളിലുള്ള ടേം ചെറുതുമായിരിക്കും. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിരിക്കും. ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാളും കുറവെന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതുമായിരിക്കും. റൈറ്റ്. സോ ഡിനോമിനേറ്റർ വലുതാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും മക്കളെ? VP ഈസ് ഗ്രേറ്റർ ദാൻ VS ആയിരിക്കും. സോ അത് ഏത് ട്രാൻസ്ഫോമർ ആണ്? അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തന്നെയാണ്. അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തന്നെയാണ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അടുത്തത് നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഇൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ദ പ്രൈമറി വോൾട്ടേജ് ആൻഡ് സെക്കൻഡറി വോൾട്ടേജ് ആർ ഇൻ ദ റേഷ്യോ 2:3. പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ കറന്റ് അവൈലബിലിറ്റി? കറന്റിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പ്രൈമറി വോൾട്ടേജ് VP/VS എത്രയാണെന്ന് പറയുന്നത്? 2:3 അഥവാ 2/3 ആയിരിക്കും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് IP/IS ആണ്. കറന്റിന്റെ റേഷ്യോ എത്രയാണെന്ന ചോദ്യം. സിമ്പിൾ ആടാ, നമുക്ക് അറിയുന്ന ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? VS/VP ഈക്വൽ ടു IP/IS അല്ലേ? ശരിയല്ലേ? കറണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ഡിവൈഡ് ബൈ പ്രൈമറിയിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലുള്ള കറണ്ട് ഡിവൈഡ് ബൈ സെക്കൻഡറിയിലുള്ള കറണ്ട് ആണ്. സോ ഇതിന് നേരെ റെസിപ്രോക്കൽ ഇട്ടാൽ മതി. റെസിപ്രോക്കൽ എന്തായിരിക്കും മക്കളെ? ദാറ്റ് ഈസ് 3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3:2. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. ഇതാണ് ഉത്തരം എന്ന് പറഞ്ഞു. ഒരു ചോദ്യം കൂടി, ഒറ്റ ക്വസ്റ്റ്യൻ കൂടി. എനിക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കണം എന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു ചോദ്യം കൂടി കഴിഞ്ഞു കേട്ടോ. സോ ഇവിടെയുള്ള ഇൻപുട്ട് AC എത്രയാണ്? 6 വോൾട്ട് ആണ്. 50 നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലുണ്ട്, 100 ടേൺസ് സെക്കൻഡറിയിലുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കാൽക്കുലേറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് അഥവാ VS കണ്ടുപിടിക്കാം. VS ഈക്വൽ ടു NS/NP ഇൻറ്റു എന്താണ്? VP ആണ്. NS എത്രയാണ്? 100 ആണ്. VP എത്രയാണ്? 50 ആണ്. VP പ്രൈമറി വോൾട്ടേജ് എത്രയാണ്? 6 ആണ്. വെട്ടിക്കളടാ, 2 ഇൻറ്റു 6 12 വോൾട്ട്. ആൻസർ എത്രയായിരിക്കും? 12 വോൾട്ട് ആയിരിക്കും. അടുത്ത, what is the output of 6 volt AC is replaced by DC? ട്രാൻസ്ഫോമറിനകത്ത് AC പകരം DC കൊടുത്തു കഴിഞ്ഞാൽ, ഇൻപുട്ട് AC പകരം DC കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? മൊട്ട. ഒരു സംശയം വേണ്ട, കാരണം ഇത് AC വർക്ക് ചെയ്യുക, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. സോ DC ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. നോ ഡൗട്ട്. അടുത്തിലോട്ട് പറഞ്ഞാലോ. നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ്. മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സിമ്പിൾ ആണ്. 3 പിൻ പ്ലഗ് ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ എപ്പോഴും പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ഈ പറയുന്ന 3 പിൻ പിഗിനകത്ത് 3 പിൻ പ്ലഗിനകത്ത് എർത്ത് പിന്നിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാറുണ്ട്. എർത്ത് പിൻ, നിങ്ങൾ എല്ലാവരും ആ പ്ലഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഞാൻ ഒരു ചിത്രം വരച്ചാം.
നമ്മൾ ചിത്രം വരയ്ക്കാൻ പണ്ടേ പുലിയല്ലേ മക്കളെ. യെസ്, ഇത് നമ്മുടെ അയൺ ബോക്സ് ആണെന്ന് വിചാരിക്കാം. സോ അയൺ ബോക്സിൽ 3 പിൻ പ്ലഗ് ആണ്, എല്ലാവർക്കും അറിയാലോ. സോ ഒരു പിന്നിന് കട്ടി ഭയങ്കര കൂടുതലായിരിക്കും, അതിന് നീളവും കൂടുതലായിരിക്കും. അതാണ് എർത്ത് പിൻ എന്ന് പറയുക, ശരിയല്ലേ? സോ അതിന് എന്തൊക്കെയാ പ്രത്യേകത? അതിന് ലെങ്ത് കൂടുതൽ, നീളം കൂടുതലായിരിക്കും, തിക്നെസ് കൂടുതൽ, വണ്ണം കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? അതിന് നീളവും കൂടുതലായിരിക്കും, വണ്ണവും കൂടുതലായിരിക്കും. ഷോക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുക. എന്തെങ്കിലും കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ ആദ്യം ആ പിന്നിലൂടെ കറണ്ട്, എക്സസ് കറണ്ട് ഭൂമിയിലോട്ട് പോകും. ശരി, അധികമായി വരുന്ന വൈദ്യുതി ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് എർത്ത് പിന്ന് കട്ടിയും വണ്ണവും കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, വിച്ച് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഈസ് കണക്റ്റഡ് ടു എർത്ത് ലൈൻ? എർത്ത് ലൈനുമായിട്ട് ഏത് പാർട്ട് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ് കണക്ട് ചെയ്യുക? അത് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, അത് നമ്മുടെ സ്വന്തം ഏത് പാർട്ടാണ് മക്കളെ? യെസ്, മെറ്റാലിക് സർഫേസ് ആണ് കണക്ട് ചെയ്യുക. കാരണം മെറ്റാലിക് സർഫേസിലൂടെയല്ലേ കറണ്ട് ഫ്ലോ ഉണ്ടാവുക. സോ എർത്ത് പിന്നെ എപ്പോഴും മെറ്റാലിക് സർഫേസുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4, 4ാമത്തെ ക്വസ്റ്റ്യനോട്ട് പെട്ടെന്ന് പോകുന്നത്. വാട്ട് അവർ മീറ്റർ എന്തായാലും പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ഒരു വീട്ടിൽ ഒരു മാസം ഉപയോഗിക്കുന്ന എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, വൈദ്യുത ഊർജ്ജം കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് വാട്ട് അവർ മീറ്റർ എന്ന് പറയുക. വൈദ്യുത ഊർജ്ജം കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് വാട്ട് അവർ മീറ്റർ. ഫോർമുല പഠിച്ചു വെച്ചോ. എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. വെരി ഇമ്പോർട്ടന്റ്. ഇത് ഓറിയന്റഡ് ആയ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഒരു ഗ്രൈൻഡർ ഉണ്ട്, അത് 500 വാട്ടിലാണ് പ്രവർത്തിക്കുന്നത്, അത് 2 മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പവറും സമയവും നൽകിയിട്ട് എനർജി കണ്ടുപിടിക്കുക. സോ എനർജി ഈക്വൽ എന്താ മക്കളെ? പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 അല്ലേ? പവർ എത്രയാണ്? 500 ആണ്. ടൈം എത്രയാണ്? 2 ആണ്. ഡിവൈഡഡ് ബൈ 1000. വെട്ടിക്കളയട്ടെ, ഒന്നുമില്ല, 1000/1000 എന്ന് വരും. ഈക്വൽ എത്രയാണ്? 1. സോ 1 കിലോ വാട്ട് അവർ എന്ന് തന്നെ പറയണം. 1 കിലോ വാട്ട് അവർ, അതാണ് യൂണിറ്റ് കേട്ടോ. കിലോ വാട്ട് അവർ ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി. എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്, വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ചിലപ്പോഴൊക്കെ കിലോ വാട്ട് അവറിന് പകരം 1 യൂണിറ്റ് എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. എങ്കിലും കിലോ വാട്ട് അവർ എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ മക്കളെ. ക്ലിയർ അല്ലേ? സെറ്റ്. അടുത്തോട്ട് കടന്നാലോ? 5ാമത്തെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നു. ഇമേജ് ഫോർമേഷൻ ഓഫ് പ്ലെയിൻ മിറർ. ഒരു സമതല ദർപ്പണത്തിലുള്ള പ്രതിബിംബ രൂപീകരണം പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സോ ആ ഇമേജ് ഫോർമേഷൻ സിമ്പിൾ ആണ് മക്കളെ. ഈ ഒരു പടം നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചോ. ഇതാണ് ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. സോ ഒബ്ജക്റ്റിൽ നിന്ന് 2 റേസ് ആണ് വരിക, ഇങ്ങനെ. സോ അതെന്താണ്? ഇവിടെ തട്ടിയിട്ട് ഇങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്ത് പോവുക. സോ ഇവിടെ നോക്കുന്ന ഒരാൾക്ക് ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഇമേജ് ഫോം ചെയ്തായിട്ട് തോന്നും. ക്ലിയർ അല്ലേ? ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഒരു സമതല ദർപ്പണത്തിൽ അല്ലെങ്കിൽ പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ്? നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ രൂപം എങ്ങനെയാണ് കാണപ്പെടുന്നത്? നിവർന്നതാണ്. സോ അത് എന്താണ്? ഇറക്റ്റ് ഇമേജ് ആണ്, നിവർന്നു നിൽക്കുന്ന ഇമേജ് ആണ്. നിവർന്നു നിൽക്കുന്നതെല്ലാം വെർച്വൽ ഇമേജ് ആണ്, ഡൗട്ട് വേണ്ട. സോ അത് വെർച്വലും ഇറക്റ്റുമാണ്, മിഥ്യയും നിവർന്നതുമാണ്. പിന്നെ നമ്മുടെ അതേ വലുപ്പമാണ് അതിനും ഉണ്ടാവുക. സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും തുല്യമായിരിക്കും. അഥവാ നമ്മൾ മിററിന്റെ അടുത്ത് പോയി നിന്നാൽ ആ ഇമേജും അടുത്ത് നിൽക്കുന്ന പോലെ തോന്നും, നമ്മൾ വിട്ടുപോയി നിന്നാൽ ആ ഇമേജും വിട്ടു നിൽക്കുന്ന പോലെ തോന്നും. ശരിയല്ലേ? സോ ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഈക്വൽ ആണ്. വെർച്വൽ ആണ്, സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആണ്, ഇറക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും സെയിം ആണ്. പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചു വെച്ചോ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ കഴിയാറേ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് ഇമേജ് ഫോർമേഷൻ. എപ്പോഴും ഈ പറയുന്ന മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓറിയന്റഡ് ആയ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഈ ഫോർമുല പഠിച്ചാൽ മതി. n ഈക്വൽ ടു നമ്പർ ഓഫ് ഇമേജസ് ഈക്വൽ ടു 360/θ-1 ആണ് ഫോർമുല. പഠിച്ചു വെച്ചോട്ടാ. സോ ഇഫ് 2 പ്ലെയിൻ മിറേഴ്സ് ആർ പ്ലേസ്ഡ് അറ്റ് 120 ഡിഗ്രി, നോക്കടാ, 2 സമതല ദർപ്പണങ്ങൾ 120 ഡിഗ്രി കോണളവിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്ര ഇമേജുകൾ ഫോം ചെയ്യും മക്കളെ? n ഈക്വൽ ടു 360/θ-1 അല്ലേ? സോ n ഈക്വൽ ടു 360/120 - 1. സോ n ഈക്വൽ ടു 3 - 1 ഈക്വൽ ടു 2. സോ എത്ര ഉണ്ടാവും? 2 ഇമേജുകളാണ് ഇവിടെ ഫോം ചെയ്യുക. കൃത്യമായി തന്നെ പഠിക്കേണ്ടതാണ് കേട്ടോ. സിമിലർലി ഒരു മോഡൽ എക്സാമിന് ചോദിച്ചാണ് 60 ഡിഗ്രി കോണളവിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാവും? സോ n ഈക്വൽ ടു 360/60 - 1. സോ n ഈക്വൽ ടു 6 - 1 ഈക്വൽ ടു 5. പരീക്ഷകളിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഫോർമുല പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. 7ാമത്തെ കാറ്റഗറി. സോ 7ാമത്തെ കാറ്റഗറി എന്താണ്? അപ്ലിക്കേഷൻസ് എല്ലാത്തിനെയും നിങ്ങൾക്ക് അറിയണം. അഥവാ എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് ഓരോ മിറേഴ്സും ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ കോൺവെക്സ് മിറർ ആണെങ്കിൽ എന്താ മക്കളെ? സെക്യൂരിറ്റി മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. സെക്യൂരിറ്റി മിറേഴ്സ് എന്ന് വെച്ചാൽ അപ്പോൾ വയനാടും ഇടുക്കിയും കൊടൈക്കനാലും ഒക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് മല കയറുമ്പോൾ ഈ മലയുടെ തിരിവുകളിൽ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ കാണില്ല. സോ ആ സാഹചര്യങ്ങളിൽ എന്തുണ്ടാവും? സൈഡുകളിൽ ഇതുപോലുള്ള സെക്യൂരിറ്റി മിററുകൾ വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ റയർ വ്യൂ മിറർ, പുറകിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റയർ വ്യൂ മിറർ. സോ ഇവ രണ്ടും എന്താണ്? കോൺവെക്സ് മിറേഴ്സ് ആയിരിക്കും.
അടുത്ത കോൺകേവ് മിറർ ആണെങ്കിലോ ഷേവിംഗ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ മേക്കപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന മിറർ, ഡെന്റിസ്റ്റ് ഉപയോഗിക്കുന്ന മിറർ. അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോഴൊക്കെ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഇത് സോളാർ കോൺസെൻട്രേറ്റർ ആണ്. എന്താണ് സോളാർ കോൺസെൻട്രേറ്റർ? സൺലൈറ്റ് ഒരു കോമൺ പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സാധനമാണ് സോളാർ കോൺസെൻട്രേറ്റർ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഉപയോഗിക്കുന്നതും കോൺകേവ് മിറർ ആണ്. സോ കോൺകേവ് മിററിന്റെ 3 ആപ്ലിക്കേഷൻ പഠിച്ചു വെക്കുക. അടുത്ത പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിന്റെ അപ്ലിക്കേഷൻ മക്കളെ, പ്ലെയിൻ മിറർ മെയിൻലി പെരിസ്കോപ്പിനകത്ത് ഉപയോഗിക്കുന്നു. പെരിസ്കോപ്പ്, ഇതാണ് പെരിസ്കോപ്പ് എന്ന് പറയുക. ഈ ഡിവൈസ് ആണ് പെരിസ്കോപ്പ് എന്ന് പറയുക. നോക്കണം, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് മുകളിലുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. അത് നമ്മൾ അപ്ലിക്കേഷൻ ലെവലിൽ പറയുമ്പോൾ മുങ്ങിക്കപ്പലുകളുണ്ട്, സബ്മറൈൻ, അതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന പെരിസ്കോപ്പ് ആണ്. സോ മുകളിലൂടെ ഏതെങ്കിലും കപ്പൽ വരികയാണെങ്കിൽ അടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാണാൻ വേണ്ടി സാധിക്കും. അതാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. കാരണം ഇവിടെ നോക്കുമ്പോൾ ഇതിലൂടെ വരുന്ന വസ്തുക്കളെ കാണാൻ സാധിക്കും. കാരണം ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ടാണ് കണ്ണുകളിലോട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? സോ മൂന്നിന്റെയും അപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ടതാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ജസ്റ്റ് ടൈറ്റിൽ മാത്രമേ ഇട്ടുള്ളൂ. കാരണം എല്ലാ ഇമേജ് ഫോർമേഷനും വീണ്ടും പറയാന്ന് പറഞ്ഞാൽ സമയം പോകുന്ന കാര്യമാണ്. സോ എന്തായാലും നാളത്തെ ലൈവിൽ അതെന്തായാലും വിശദമായി തന്നെ പറയും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സോ ഇമേജ് ഫോർമേഷൻ ഓഫ് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ് എന്തായാലും പഠിച്ചിരിക്കണം. കോൺകേവിന്റെയും കോൺവെക്സിന്റെയും ഇമേജ് ഫോർമേഷൻ നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ പറയാം. എവിടെയുള്ള ഇമേജ് ഫോർമേഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെങ്കിൽ സിയിലുള്ള ഇമേജ് ഫോർമേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ഒബ്ജക്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിൽ വെച്ചാൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക? നമുക്ക് എല്ലാവർക്കും അറിയാം, സെന്റർ ഓഫ് കർവേച്ചറിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജും സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെയാണ് കോൺകേവ് മിററിൽ ഫോം ചെയ്യുക. ആ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും? സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആയിരിക്കും. അത് റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരെണ്ണം എഫിനും പിക്കും ഇടയിൽ വെക്കുന്നത്, പോളിനും ഫോക്കസിനും ഇടയിൽ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക? ബിഹൈൻഡ് ദ മിറർ ആണ് ഫോം ചെയ്യുക. അത് വെർച്വലും ഇറക്റ്റും മാഗ്നിഫൈഡുമായ ഇമേജ് ആയിരിക്കും. സോ ഈ രണ്ട് ഇമേജ് ഫോർമേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇവയാണ് പരീക്ഷയിൽ എപ്പോഴും അധികമായിട്ട് ചോദിച്ച് കാണാറുള്ളത്. പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളതും പഠിക്കണം, ഇത് മാത്രം പഠിച്ചിട്ട് പോലെ. കാരണം ഏത് ചിത്രം തന്നാലും നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അറിയണം. ഏത് പോയിന്റുകൾ നൽകിയാലും അത് വരയ്ക്കാനും നിങ്ങൾക്ക് അറിയണം. ഫസ്റ്റ് പ്രയോറിറ്റി ഇവയ്ക്ക് കൊടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ഇനി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിലോട്ടാണ് ഞാൻ കിടക്കുന്നത്. സോ റിലേഷൻഷിപ്പ് ആണ് F ഈക്വൽ എന്താ മക്കളെ? R/2. അതായത് റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കസും തമ്മിലുള്ള റിലേഷൻ ആണ്. R ഈക്വൽ എന്ത് എഴുതാം? 2F എന്ന് കൂടി നമുക്ക് എഴുതാം. സെറ്റ് അല്ലേ? അടുത്തത് മിറർ ഫോർമുല. എന്താണ് മിറർ ഫോർമുല എന്ന് പറഞ്ഞാൽ 1/F = 1/U + 1/V ആണ്. ഇവിടെ നിങ്ങൾക്ക് ലെൻസിന്റെ ഫോർമുല പഠിക്കേണ്ട ആവശ്യം വരില്ല. കാരണം നമുക്ക് ഇപ്പോൾ കിട്ടിയ അറിവ് പ്രകാരം നമ്മുടെ സ്വന്തം ഏത് വരയ്ക്കാൻ അറിയോ? ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വരയ്ക്കും മാത്രമേ ചോദ്യ പേപ്പർ ഉണ്ടാവത്തുള്ളൂ. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഒക്കെ അത് വരയ്ക്കുമേ ഉള്ളൂ. സോ അതിനാൽ തന്നെ പ്രസിദ്ധീകരിച്ച നമ്മുടെ റിപ്പോർട്ട് പ്രകാരം എല്ലാ വർഷവും ഉണ്ടാവുമല്ലോ ഡിസംബർ മാസത്തെ സിലബസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതിനകത്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വരയ്ക്കും പഠിച്ചാൽ മതി എന്നാണ് സ്കൂളിലെ അധ്യാപകർക്ക് കൂടി ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. സോ അതുവരെ പഠിച്ചാൽ മതി, സേഫ് സൈഡ്. കാരണം ബാക്കിയുള്ളത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ലൈവിനകത്ത്. വന്നാലും നിങ്ങൾക്ക് എഴുതാം, പക്ഷെ അതുവരെ കൂടുതൽ നന്നായിട്ട് പഠിക്കാം കേട്ടോ. സോ അതിനകത്ത് തന്നെ ലെൻസിന്റെ ഫോർമുല നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. സോ കൺഫ്യൂഷൻ ആവില്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കൺഫ്യൂഷൻ ആവില്ല. സോ F ഈക്വൽ എന്താ മക്കളെ? UV/U+V. ഇതാണ് ഫോർമുല, സിംപ്ലിഫൈഡ് ഫോർമുലയാണ്. അതുകൂടി പഠിച്ചു വെച്ചോ. F ഈക്വൽ UV/U+V എന്ന് പറയുന്ന സിംപ്ലിഫൈഡ് ഫോർമുല കൂടി പഠിച്ചു വെക്കുക. കാരണം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടല്ല. അടുത്ത മാഗ്നിഫിക്കേഷൻ, ആവർത്തനം. എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഇമേജിന്റെ വലുപ്പവും ഒബ്ജക്റ്റിന്റെ വലുപ്പവും നമ്മൾ കമ്പയർ ചെയ്യുന്നത് മാഗ്നിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ്. മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഇമേജിന്റെ വലുപ്പം ഡിവൈഡ് ബൈ ഒബ്ജക്റ്റിന്റെ വലുപ്പം, അതാണ് ഫോർമുല എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു HI ഡിവൈഡ് ബൈ H0 ആണ് ഫോർമുല എന്ന് പറയുക. ഓക്കെ, മറ്റൊരു ഫോർമുല കൂടി പറഞ്ഞുതരാം, -V/U. സോ -V/U എന്ന് പറയുന്ന ഫോർമുല കൂടി പഠിച്ചു വെച്ചോ. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയലും ഇൻവേർട്ടഡും ആയിരിക്കും, യഥാർത്ഥവും തലകീഴായിട്ടുള്ളതായിരിക്കും. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അത് വെർച്വലും ഇറക്റ്റും ആയിരിക്കും. വേറെയും കുറച്ച് കാര്യങ്ങൾ മാഗ്നിഫിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞുതരാം. മാഗ്നിഫിക്കേഷന്റെ മോഡുലസ് വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇമേജിന് സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും, അഥവാ വസ്തുവിന്റെ അതേ വലുപ്പമായിരിക്കും ഉണ്ടാവുക. മാഗ്നിഫിക്കേഷന്റെ മോഡുലസ് വാല്യൂ >1 ആണെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ലാർജ് ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ <1 ആണെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ആയിരിക്കും? സ്മോൾ ഇമേജ് ആയിരിക്കും. കൃത്യമായിട്ട് പഠിച്ചു വെച്ചു. ഇവ മൂന്നും പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. വെരി 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 ഇമ്പോർട്ടന്റ്. സോ അതുപോലെ തന്നെ എപ്പോഴാണ് നെഗറ്റീവ് എപ്പോഴാണ് പോസിറ്റീവ് പഠിച്ചു വയ്ക്കുക, ഫോർമുല പഠിച്ചു വയ്ക്കുക. ഇനി ഇത് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു കോൺകേവ് മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ അഥവാ വക്രത ആരം 32 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. നമുക്കറിയാം റേഡിയസ് ഓഫ് കർവേച്ചർ 32. കോൺകേവ് മിറർ ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. സോ -32 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എന്താ മക്കളെ? R/2 ആണ്. സോ -32/2 ഈക്വൽ ടു -16 സെന്റിമീറ്റർ. ഇപ്പൊ ഫോക്കൽ ലെങ്ത് എത്രയാണ്? -16 സെന്റിമീറ്റർ ആയിരിക്കും ഫോക്കൽ ലെങ്ത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് മൈനസ് സൈൻ ഇടണം. കോൺകേവ് ദർപ്പണമാണ്, കോൺകേവ് മിറർ ആണെങ്കിൽ ഉറപ്പായും
ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും, ഫോക്കൽ ദൂരം മൈനസ് ആയിരിക്കും, സംശയം വേണ്ട കേട്ടോ. അടുത്ത ദ മാഗ്നിഫിക്കേഷൻ, മലയാളത്തിലുണ്ട്. ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ് ഇൻ എ മിറർ ഈസ് -1. ഒരു ദർപ്പണത്തിൽ ഉണ്ടായ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -1 ആണ്. വാട്ട് ഈസ് ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്? എന്താണ് ഈ നെഗറ്റീവ് സൈൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്? നെഗറ്റീവ് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു മക്കളെ? നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയലും ഇൻവേർട്ടഡും ആയിരിക്കും, യഥാർത്ഥവും അതുപോലെ തന്നെ തലകീഴായിട്ടുള്ളതുമായിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടുത്ത എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു എന്താണ്? HI/H0 ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. പ്രതിബിംബത്തിന്റെ ഉയരത്തിന്റെയും വസ്തുവിന്റെ ഉയരത്തിന്റെയും തമ്മിലുള്ള റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? -V/U എന്നുകൂടി നിങ്ങൾക്ക് എഴുതാം. ഐഡന്റിഫൈ ദ മിറർ യൂസ്ഡ്. ഇവിടെ ഏത് മിറർ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഒരേ ഒരു മിറർ മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? ഏത് മിറർ ആണ് മക്കളെ എപ്പോഴും റിയൽ ഇമേജ് ഫോം ചെയ്യുക? നമ്മുടെ സ്വന്തം കോൺകേവ് മിറർ ആണ്. നമ്മുടെ സ്വന്തം കോൺകേവ് മിറർ ആണ് എപ്പോഴും റിയൽ ഇമേജ് ഫോം ചെയ്യുക. അടുത്ത കാര്യം, വേറൊരു കാര്യം വേണേൽ അഡീഷണലി പറഞ്ഞുതരാം. ഇവിടെ മാഗ്നിഫിക്കേഷൻ -1 അല്ലേ? വസ്തുവിന്റെ സ്ഥാനം എവിടെയാണെന്ന് കൂടി നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാം. നിസ്സാരമാണ് മക്കളെ. -1 ആണെങ്കിൽ ഒന്ന് മോഡുലസ് എടുത്തേ. മോഡുലസ് ഓഫ് M ഈക്വൽ ടു മോഡുലസ് ഓഫ് -1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. മോഡുലസ് എടുത്തു കഴിഞ്ഞു വെച്ചാൽ ആ നെഗറ്റീവ് സൈൻ പോകും. സോ 1 ആണ്. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ ഒബ്ജക്റ്റിന്റെ വലുപ്പവും ഇമേജിന്റെ വലുപ്പവും സെയിം ആയിരിക്കും. വസ്തുവിന്റെ വലുപ്പവും അതുപോലെ തന്നെ പ്രതിബിംബത്തിന്റെ വലുപ്പവും ഒരേതായിരിക്കും. ഏത് പോയിന്റിൽ ഒബ്ജക്റ്റ് വെച്ചാലാണ് മക്കളെ സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഉള്ള ഇമേജ് നമുക്ക് ലഭിക്കുക? ഏത് പോയിന്റിൽ വസ്തു വെച്ചാലാണ് മക്കളെ അതേ വലുപ്പമുള്ള പ്രതിബിംബം നമുക്ക് ലഭിക്കുക? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, സെന്റർ ഓഫ് കർവേച്ചറിലാണ്. സോ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചത് എവിടെയായിരിക്കും? സെന്റർ ഓഫ് കർവേച്ചറിലായിരിക്കും. സോ ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ മലയാളത്തിലും ചോദ്യമുണ്ട്, ഉത്തരം ഞാൻ രണ്ടിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത ഇതാണ് ഞാൻ അടുത്തായിട്ട് പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഫോക്കസിനും പോളിനും ഇടയിൽ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് എവിടെയായിരിക്കും? ആ പ്രതിബിംബ രൂപീകരണം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റൻ ആണ് ഇതെന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് എവിടെയാണ്? എവിടെയാണെന്ന് അവർ പറയുന്നില്ല. അവർ ഫോം ചെയ്ത ഇമേജ് ഒരു വെർച്വലും ഇറക്റ്റുമാണെന്നാണ് പറയുന്നത്. ഇമേജ് വെർച്വലും ഇറക്റ്റുമാണെങ്കിൽ എവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റിനെ വെക്കേണ്ടത് എന്നാണ് ചോദ്യം. നിസാരമല്ലടാ മക്കളെ. എവിടെയാണ് വെക്കേണ്ടത്? അവനെ വെക്കേണ്ടത് ഫോക്കസിനും പോളിനും ഇടയിലാണ്. അപ്പോഴാണ് വെർച്വലും ഇറക്റ്റും മാഗ്നിഫൈഡും ബിഹൈൻഡ് ദ മിററുമായ ഒരു ഇമേജ് നമുക്ക് ലഭിക്കുക. ഈ ഇമേജ് ഫോർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്, മനസ്സിരുത്തി പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ. അടുത്തത് നമ്മുടെ ന്യൂമറിക്കൽ ആണ്. നമ്മുടെ മിറർ ഫോമുല ഓറിയന്റഡ് ആയ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. നമുക്ക് ശ്രദ്ധിക്കാം മക്കളെ. മലയാളത്തിലൊക്കെ ഉണ്ട്. when an object is placed in front of a concave mirror at a distance of 60 centimeter, നമ്മുടെ വസ്തു 60 സെന്റിമീറ്റർ അകലെയാണ് വെച്ചിരിക്കുന്നത്. എവിടെയാണ്? കോൺകേവ് മിററിന് മുന്നിൽ 60 സെന്റിമീറ്റർ അകലെ. സോ ഒബ്ജക്ട് ഡിസ്റ്റൻസ് U ഈക്വൽ എത്രയായിരിക്കും? -60 സെന്റിമീറ്റർ ആയിരിക്കും, സംശയം വേണ്ട. ദ ഇമേജ് ഈസ് ഒബ്റ്റൈൻഡ് ഓൺ ദ സ്ക്രീൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ. ഇമേജ് ലഭിച്ചിരിക്കുന്ന എവിടെയാണ്? അത് 30 സെന്റിമീറ്റർ അകലെ. റിയൽ ഇമേജ് ആയതുകൊണ്ട് -30 എന്ന് കൊടുക്കണേ. റിയൽ ഇമേജ് ആണ്, സ്ക്രീനിലാണ് ലഭിച്ചത്. അതായത് സ്ക്രീനിൽ ലഭിക്കുന്ന ഇമേജുകളെല്ലാം റിയൽ ഇമേജുകളായിരിക്കും. സോ ഇമേജ് ഒരു റിയൽ ഇമേജ് ആണ്. അത് 30 സെന്റിമീറ്റർ അകലെയാണ് ലഭിച്ചത്. സോ ഇറ്റ് ഈസ് എ -30 ആണ് ഇമേജ് ഡിസ്റ്റൻസ്. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ദൂരം കണ്ടുപിടിക്കുക, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. നമുക്കറിയാം F ഈക്വൽ എന്താ ഫോർമുല? UV ഡിവൈഡ് ബൈ U പ്ലസ് V ആണ്. U എന്ന് പറഞ്ഞാൽ -60 ആണ്, V എന്ന് പറഞ്ഞാൽ -30 ആണ്. ഡിവൈഡ് ബൈ -60 -30 പ്ലസ് മൈനസ് മൈനസ് അല്ലേ? -30 ഈക്വൽ അത് മൈനസ് മൈനസും പ്ലസ് ആവില്ലേ? സോ 1800 അല്ലേ വരിക? 318 1800 ഡിവൈഡ് ബൈ -90. വെട്ടിക്കളയട്ടെ, വെട്ടി. 9ഉം 18ഉം പോയി കഴിഞ്ഞാൽ 2. സോ മൈനസ് മുകളിലോട്ടും -20. ഫോക്കൽ ലെങ്ത് ഈക്വൽ എത്ര കിട്ടും? -20 സെന്റിമീറ്റർ. സെറ്റല്ലടാ, അടിപൊളിയായിട്ട് മനസ്സിലാ മൈനസ് സൈൻ വരാൻ കാരണം കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മനസ്സിരുത്തി പഠിക്കുക, പ്രധാനപ്പെട്ടതാണ് കേട്ടോ. റൈറ്റ്, സമയം കുറച്ചായിട്ടുണ്ടെന്ന് എനിക്കറിയാം വീഡിയോ, എങ്കിൽ പോലും എല്ലാ ചോദ്യങ്ങളും പഠിക്കേണ്ടതാണ് മക്കളെ. മനസ്സിരുത്തി തന്നെ എല്ലാം പഠിച്ചിട്ട് പോവുക. ഇതിന് പുറമെ നമ്മുടെ 100 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് എല്ലാവരും ലൈവ് കാണണം, കംപ്ലീറ്റ്ലി ഇരുന്ന് കാണണം കേട്ടോ. ഓക്കെ, അടുത്ത മാർച്ച് 2022 മാഗ്നിഫിക്കേഷൻ ഓറിയന്റഡ് ആയ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതേ പാറ്റേണിലുള്ള ചോദ്യം ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്ന തരത്തിൽ ഏത് തരത്തിലുള്ള ഒരു ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ഫോക്കൽ ലെങ്തും അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണ്. നമുക്ക് എഴുതിയാലോ? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഇത് നമ്മൾ എപ്പോഴും ലൈവിൽ ചെയ്യിപ്പിക്കുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ ആണ്.
അപ്പോൾ u ഈക്വൽ ടു -12 സെന്റിമീറ്റർ. ഇമേജ് ഡിസ്റ്റൻസ് എത്രയാ പറയുന്നത്? റിയൽ ഇമേജ് ആ ഫോം ചെയ്ത് യഥാർത്ഥ പ്രതിബിംബമാണ്. ഇമേജ് ഡിസ്റ്റൻസ് 24 സെന്റിമീറ്റർ ആണ്. അപ്പൊ v ഈക്വൽ ടു -24 സെന്റിമീറ്റർ. മലയാളത്തിലുണ്ട്. വസ്തു വെച്ചിരിക്കുന്നത് 5 സെന്റിമീറ്റർ അകലെയാണ്. പ്രതിബിംബം ഉണ്ടാക്കിയിരിക്കുന്നത് വസ്തു വെച്ചിരിക്കുന്നത് 12 സെന്റിമീറ്റർ അകലെയാണ്. വസ്തുവിന്റെ വലുപ്പം 5 സെന്റിമീറ്റർ ആണ്. ഒരു യഥാർത്ഥ പ്രതിബിംബം 24 സെന്റിമീറ്റർ അകലെ രൂപീകൃതമായിരിക്കുന്നു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. ആവർത്തനം കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷൻ എ ക്വസ്റ്റ്യൻ. നമുക്കറിയാം m ഈക്വൽ എന്താ ഫോർമുല? m ഈക്വൽ ടു hi/h0 ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തില്ല? hi ഇല്ല. അപ്പൊ അത് വിട്ടേക്ക്. പിന്നെ -v/u ആണ്. അത് വെച്ച് പഠിച്ചാലോ? v എത്രയാണ്? -24. u എത്രയാടാ? -12. മൈനസും പോയാൽ 24/-12 എന്ന് വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു -2. സോ മാഗ്നിഫിക്കേഷൻ -2 ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ഇമേജിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ ഇമേജ് ആണ്. പിന്നെ അടുത്ത കാര്യം, റിയൽ ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആയിരിക്കും. പിന്നെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു മോഡുലസ് ഓഫ് -2. അത് 2 അല്ലേ? അത് എന്തിനേക്കാളും വലുതാണ്? 1-നേക്കാളും വലുതാണ്. സോ അവിടെ ഉണ്ടായിരിക്കുന്ന ഇമേജ് എന്താണ്? ലാർജ് ഇമേജ് ആണ്. സോ മാഗ്നിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാം പറയാൻ സാധിക്കും. എല്ലാം പറയണം മക്കളെ. സോ ആവർത്തനത്തിന്റെ മോഡുലസ് എടുത്താൽ 2 ആണ് കിട്ടുക. 2 എന്ന് പറഞ്ഞാൽ 1-നേക്കാളും വലുതാണ്. സോ അവിടെ ഉണ്ടായ പ്രതിബിംബം വലിയ പ്രതിബിംബമാണ്. സെറ്റ്. അടുത്ത ബി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. പ്രതിബിംബത്തിന്റെ ഉയരം കണ്ടുപിടിക്കുക. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു hi/h0 അല്ലേ? അപ്പൊ hi ഈക്വൽ ടു എന്ത് പറയാം? m × h0 എന്ന് പറയാലോ. സോ m എത്രയാണ്? -2. h0 എത്രയാണ്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ് മക്കളെ? 5 ആണ്. സോ -2 × 5 ഈക്വൽ ടു -10 സെന്റിമീറ്റർ. സോ എത്രയാണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞാൽ? -10 സെന്റിമീറ്റർ ആണ്. പഠിക്കേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ. ബേസ്ഡ് ഓൺ ദ മാഗ്നിഫിക്കേഷൻ ഹൗ ക്യാൻ വി പ്രെഡിക്ട് വെദർ ദ ഇമേജ് ഫോം ഈസ് ഇറക്റ്റ് ഓർ ഇൻവേർട്ടഡ്. എങ്ങനെയാണ് ആവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിബിംബം നിവർന്നതാണോ തലകീഴായിട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞ കാര്യമാണ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് ഇറക്റ്റ് ആയിരിക്കും. സെറ്റ്. കൃത്യമായിട്ട് മനസ്സിലായില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ചോദ്യങ്ങളുണ്ട്. അടിപൊളിയായിട്ട് ഈ ചോദ്യം പഠിച്ചു വെക്കുക. ഇതേ പാറ്റേണിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ ചോദിക്കാം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അടുത്ത ചാപ്റ്ററിലോട്ട് പോയി. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. നമുക്കറിയാം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. എന്താണ് റിഫ്രാക്ഷൻ? ലൈറ്റിന്റെ പാത്തിലുള്ള ഡീവിയേഷനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുക. ആ പാതയിലുള്ള വ്യതിയാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്രാക്ഷൻ എന്ന് പറയുക. പഠിക്കേണ്ടതാണ്. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ലൈറ്റ് ചരിഞ്ഞു വന്ന് പതിക്കണം. അതുപോലെ തന്നെ 2 മീഡിയംസും തമ്മിൽ ഡെൻസിറ്റി ഡിഫറൻസ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് വേണം. പ്രകാശം ചരിഞ്ഞു വന്ന് പതിക്കണം. 2 മാധ്യമങ്ങൾക്കിടയിൽ പ്രകാശ സാന്ദ്രത വ്യത്യാസപ്പെട്ടിരിക്കണം. റൈറ്റ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെന്റ് ആയിരിക്കണം. ഓക്കെ. അടുത്ത നമുക്കറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ആണ്. അഥവാ ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നോർമലിന് അടുത്തോട്ടായിരിക്കും ബെൻഡ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ നോർമൽ എന്ന് പറയുക. സോ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ നോർമലിന് അടുപ്പിച്ചായിരിക്കും ലൈറ്റ് റേ ബെൻഡ് ചെയ്യുക. അടുത്ത ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോഴോ അത് എങ്ങനെയാ ബെൻഡ് ചെയ്യുക? എവേ ഫ്രം ദ നോർമൽ ആണ്. നോർമലിന് അകന്ന് പോവുക ചെയ്യുക. കാരണം ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ ആയിരുന്നു. പക്ഷെ അവൻ നോർമലിൽ നിന്ന് അകന്നിട്ടാണ് പോവുക. ക്ലിയർ അല്ലേ? സോ റെയറർ ടു ഡെൻസർ ആണെങ്കിൽ ടുവേർഡ്സ് ദ നോർമൽ, ഡെൻസർ ടു റെയറർ ആണെങ്കിൽ എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. അഥവാ ഡെൻസിറ്റി കൂടിയ മാധ്യമത്തിൽ നിന്ന് ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമത്തിലോട്ടാണെങ്കിൽ എവേ ഫ്രം ദ നോർമൽ ആണ്. കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലോട്ടാണെങ്കിൽ നോർമലിന് അടുപ്പിച്ചായിരിക്കും ബെൻഡ് ചെയ്യുക. പഠിച്ചു വയ്ക്കാം. ഓക്കെ. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ കാണാൻ സാധിക്കും. നോക്കണം. ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? വാട്ടറിൽ നിന്ന് എയറിലോട്ടാ പോകുന്നത്. സോ അതെങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യുക? ഒരു സംശയമില്ല. ഇതൊരു വാട്ടർ എന്ന് പറഞ്ഞാൽ ഡെൻസർ മീഡിയം ആണ് എയറിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ എയർ ഒരു റെയറർ മീഡിയം ആണ്. സോ എങ്ങനെയാ ബെൻഡ് ചെയ്യുക? ഒരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. എവേ ഫ്രം ദ നോർമൽ. നോർമലിൽ നിന്ന് അകന്നിട്ടായിരിക്കും പോവുക. എവേ ഫ്രം ദ നോർമൽ. എവേ ഫ്രം ദ നോർമൽ. ഓക്കെ. മലയാളത്തിൽ നോക്കടാ. നോർമലിൽ നിന്ന് അകലുന്നു. അടുത്ത് വ്യതിയാനത്തിന് കാരണമായ ഫിനോമിന ഏതാണ്? നെയിം ദ ഫിനോമിന വിച്ച് കോസസ് ദ ഡീവിയേഷൻ. ഏതാണ് മക്കളെ? റിഫ്രാക്ഷൻ. വാട്ട് ഹാപ്പൻസ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് വെൻ പാസസ് ഫ്രം വാട്ടർ ടു എയർ. വാട്ടറിൽ നിന്ന് എയറിലോട്ട് പോകുമ്പോൾ സ്പീഡ് എന്ത് സംഭവിക്കും? നോക്കടാ മക്കളെ. ഇവിടെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും? സ്പീഡ് ഉറപ്പായും കൂടും. സ്പീഡ് വിൽ ഇൻക്രീസസ്. കാരണം ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ ലൈറ്റിന്റെ വേഗത കൂടും, സ്പീഡ് കൂടും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 3 മീഡിയംസ് നമുക്ക് നൽകിയിട്ടുണ്ട്. വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. 3ന്റെയും എന്താണ്? സ്പീഡ് നമുക്ക് നൽകിയിട്ടുണ്ട്. വിച്ച് മീഡിയം ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഒക്കേഴ്സ് മോർ വൈൽ ഫാളിംഗ് ഫ്രം എയർ.
അഥവാ എയറിൽ നിന്ന് പോകുമ്പോൾ ഏത് മീഡിയത്തിലാണ് കൂടുതൽ റിഫ്രാക്ഷൻ സംഭവിക്കുക? ഏത് മീഡിയത്തിലാണ് കൂടുതൽ റിഫ്രാക്ഷൻ സംഭവിക്കുക? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലോട്ട് പോകുമ്പോഴാണ് റിഫ്രാക്ഷൻ കൂടുതലായി സംഭവിക്കുക. പ്രകാശ സാന്ദ്രത കൂടിയ മീഡിയത്തിലോട്ട് പ്രകാശം സഞ്ചരിക്കുമ്പോഴാണ് അവിടെ അപവർത്തനം ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുക. സോ ഏത് മീഡിയത്തിലാണ് ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? ഡയമണ്ടിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ, ഒരു സംശയവും വേണ്ട. കാരണം ഡയമണ്ടിലാണ് ലൈറ്റിന്റെ സ്പീഡ് ഏറ്റവും കുറവ്. സോ ഡയമണ്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ റിഫ്രാക്ഷൻ സംഭവിക്കുക. ഡയമണ്ട്. സെറ്റ്. പത്താമത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ്? നമ്മുടെ സ്വന്തം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? C/V ആയിരിക്കും. സോ N = C/V എന്ന് പറയുന്ന ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ അപവർത്തനാങ്കം എന്ന് പറയുക? C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം. അത് എത്രയാണ്? സിയുടെ വാല്യൂ 3 × 10⁸ ആണ്. V നമുക്ക് ചോദ്യത്തിൽ തരും, അഥവാ മീഡിയത്തിന്റെ സ്പീഡാണ്. ക്ലിയർ അല്ലേ? ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പൊ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിസ്സാരമാണ്. എന്താണ് മക്കളെ ഫോർമുല? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ, എയറിലുള്ള ലൈറ്റിന്റെ സ്പീഡ് ഡിവൈഡ് ബൈ ഗ്ലാസിലുള്ള ലൈറ്റിന്റെ സ്പീഡ്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിസ്സാരമാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. ക്ലിയർ അല്ലേ? ഇനി മണ്ണെണ്ണയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മണ്ണെണ്ണ. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റും ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയില്ല. സോ യൂണിറ്റ് ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. അടുത്ത ലോസ് ഓഫ് റിഫ്രാക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ, ഇവയെല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. പതനരശ്മി, അപവർത്തന രശ്മി, ലംബം, ഇവയെല്ലാം ഒരേ സമതലത്തിലായിരിക്കും ഉണ്ടാവുക. അത് എഴുതിയാൽ മതി. അതല്ലെങ്കിൽ ആംഗിളിന്റെ അടിസ്ഥാനത്തിൽ ഈ പോയിന്റ് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നെക്സ്റ്റ് വൺ, sin I/sin R എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റിന് ഇക്വലന്റ് ആണ്. അതുകൂടി ഞാൻ പറയട്ടെ. മലയാളത്തിലൊക്കെ ഉണ്ട്, പേടിക്കണ്ട. sin I/sin R. I എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. R എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. I എന്ന് പറഞ്ഞാൽ പതന കോണും R എന്ന് പറഞ്ഞാൽ അപവർത്തന കോണുമാണ്. ഇത് റേഷ്യോ എന്ന് പറഞ്ഞാൽ N2/N1 ഇക്വലന്റ് ആയിരിക്കും, അഥവാ N2/1 ഇക്വലന്റ് ആയിരിക്കും. N2/1 ആണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ്, സോറി എന്റെ റിഫ്രാക്റ്റീവ് ഒക്കെ സ്പെല്ലിംഗ് ഒക്കെ അടപടലാണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2/1 ആണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതിന് മലയാളത്തിൽ പറയുന്ന പേര് ആപേക്ഷിക സാന്ദ്രത എന്നാണ് തോന്നുന്നത്. ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതാണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്കിവിടെ എയർ വെച്ച് കൺസിഡർ ചെയ്യുകയാണ്. എയർ ആണ് ഒരു മീഡിയം എന്ന് വിചാരിക്കുക. എയർ ആണ് ഒരു മീഡിയം ആയിട്ട് എടുക്കുന്നത്, അഥവാ ഫസ്റ്റ് മീഡിയം എയർ ആണെന്ന് വിചാരിക്കുക. എയറിൽ നിന്ന്, വായുവിൽ നിന്നാണ് ലൈറ്റ് പോകുന്നത് വിചാരിച്ചാൽ ഈ ഇക്വേഷൻ നമുക്ക് sin I/sin R = സിംപ്ലി N എന്ന് എഴുതിയാലും മതി. വായു ആണെങ്കിൽ, എയർ ആണെങ്കിൽ sin I/sin R = N എന്ന് എഴുതാം. രണ്ടും വ്യത്യസ്ത മീഡിയമാണ്. ഒന്ന് ഗ്ലാസും ഒന്ന് വാട്ടറുമാണ്. ഒന്ന് വാട്ടറും ഒന്ന് ഡയമണ്ടുമാണ്. റൈറ്റ്? അങ്ങനെ ഡിഫറെന്റ് മീഡിയംസ് ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഒരു മീഡിയം എയർ ആണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. sin I/sin R = N എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അടുത്തെന്ത് വേണം? അതെ, ഇവിടെ ഉണ്ട് മലയാളത്തിൽ. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് അതിനെ പറയുക, അഥവാ ആപേക്ഷിക അപവർത്തനാങ്കം. കറക്റ്റ് ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം ഈസ് 2 × 10⁸. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം? സ്പീഡ് നമുക്ക് നൽകിയിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ? N = C/V അല്ലേ? C ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നില്ലേ? 3 × 10⁸ അല്ലേ? മീഡിയത്തിലുള്ള എത്രയാണ്? 2 × 10⁸ അല്ലേ? 10⁸ ക്യാൻസൽ ചെയ്യട്ടെ. സോ 3/2 എന്ന് പറയുന്നത് എത്രയാണ്? 1.5. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആയിരിക്കും. സെറ്റ് അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അടുത്ത, ഒബ്സർവ് ദ ഫിഗർ ലൈറ്റ് ഫാളിംഗ് ഫ്രം 2 മീഡിയാസ്. 2 മീഡിയത്തിൽ ലൈറ്റ് സഞ്ചരിക്കുന്നതാണ് ഇവിടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. സോ നോക്കണം, ആദ്യത്തെ മീഡിയം എയറിൽ നിന്ന് മീഡിയം 1 വരുമ്പോൾ 20 ഡിഗ്രിയാണ് എന്ത് ചെയ്ത് ചരിഞ്ഞിരിക്കുന്നത്. എയറിൽ നിന്ന് മീഡിയം 2 വരുമ്പോൾ 30 ഡിഗ്രിയാണ് ചരിഞ്ഞിരിക്കുന്നത്. റൈറ്റ്? ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ മീഡിയം ഹാസ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ഏത് മീഡിയത്തിനാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ? ഡെൻസിറ്റി കൂടിയ മീഡിയം ആണെങ്കിൽ അത് കൂടുതൽ നോർമലിനോട് അടുക്കുകയല്ലേ ചെയ്യുക. സോ മീഡിയം 1 അല്ലേ ഉത്തരം എന്ന് പറയുക. മീഡിയം 1-നാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. മീഡിയം 1-നാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. വിച്ച് മീഡിയം ഹാസ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഏത് മീഡിയത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? സിമ്പിൾ ആണ്. N = C/V ആണ്. N = C/V. നിങ്ങൾ മനസ്സിലാക്കുക, സ്പീഡ് കുറഞ്ഞാലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുക. സ്പീഡ് കുറഞ്ഞാലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുക, അഥവാ ഡെൻസർ മീഡിയത്തിലായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. സോ ഇതിൽ ഏത് മീഡിയമാണ് ഡെൻസർ?
ഡെൻസർ മീഡിയത്തിലല്ലേ നോർമലിന് അടുത്തോട്ട് ബെൻഡ് ചെയ്യുക. ഡെൻസർ മീഡിയത്തിലാണ് ലൈറ്റ് റേ നോർമലിന് അടുത്തോട്ട് ബെൻഡ് ചെയ്യുക. സോ മീഡിയം 1 തന്നെയാണ് ഡെൻസർ മീഡിയം എന്ന് പറയുക. അതിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ, അതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതൽ, അതിനാണ് പ്രകാശ സാന്ദ്രത കൂടുതൽ, അതിനായിരിക്കും അപവർത്തനാങ്കവും കൂടുതൽ. സോ എന്താണ് മക്കളെ ഉത്തരം എന്ന് പറയുക? മീഡിയം 1 തന്നെയാണ്. സോ അതിന്റെ ഉത്തരവും മീഡിയം 1 തന്നെയാണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകൾ ചോദിക്കാം. 11. എടാ താൻ 10 ക്വസ്റ്റ്യൻ മറ്റല്ലേ ഇത്ര നേരം ക്ലാസ് എടുത്ത്? ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു തരാം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കൂടിയാണ്. അതെനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് അതുകൂടി ഒന്ന് പഠിക്കണം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സിമ്പിൾ ആണ്. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? സാധാരണഗതിയിൽ പ്രകാശം ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ അത് എവേ ഫ്രം ദ നോർമൽ ആണ് ബെൻഡ് ചെയ്യുക. ശരിയല്ലേ? ഒരു സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലോട്ട് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അത് ലംബത്തിൽ നിന്ന് അകന്നു പോവാറാണ് പതിവ്. എന്നാൽ ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് ലൈറ്റ് പോകുമ്പോൾ ആ ഡെൻസർ മീഡിയത്തിലോട്ട് തന്നെ ലൈറ്റ് തിരിച്ചു വരിക, അഥവാ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിലോട്ട് തന്നെ ലൈറ്റ് റിഫ്ലക്ഷൻ സംഭവിച്ച് തിരിച്ചു വരിക. അവിടെ അപവർത്തനത്തിന് പകരം പ്രതിപതനം സംഭവിക്കുകയാണെങ്കിൽ ആ ഫിനോമിനയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുക. അപവർത്തനത്തിന് പകരം പ്രതിപതനം സംഭവിച്ച് പോയ മീഡിയത്തിലോട്ട് തന്നെ ലൈറ്റ് തിരിച്ചു വരുന്ന ഫിനോമിനയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുക. സോ അതിന്റെ ചിത്രം ഇവിടെ നൽകിയിട്ട് നോക്കണം. ഒരു ഡെൻസർ മീഡിയമായ വാട്ടറിൽ നിന്ന് എയറിലോട്ട് പോകുമ്പോൾ എവേ ഫ്രം ദ മീഡിയം, എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്യും. നോക്കിക്കേ, ബെൻഡ് ചെയ്തു. എഗെയിൻ ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി, അപ്പൊ ബെൻഡിങ് പിന്നെയും കൂടി, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടി. ശരിയല്ലേ? കൂടുതൽ അപവർത്തന കോണിൽ ബെൻഡ് ചെയ്തു. എഗെയിൻ ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി, അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അപവർത്തന കോൺ എത്രയായിട്ട് മാറി? 90 ഡിഗ്രി ആയിട്ട് മാറി. ശ്രദ്ധിക്കുക, ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്നത്, ഏത് പതന കോണിലാണോ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്നത്, ആ പതന കോണിനെയാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുക. എന്താണ്? തീറ്റാസി അഥവാ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയാം, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം, തീറ്റാസി എന്ന് പറയാം. നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ കോണിനേക്കാളും കൂടുതലാണെങ്കിൽ ആ ലൈറ്റ് റേ പോയ മീഡിയത്തിലോട്ട് തന്നെ തിരിച്ചു വരും. നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ പതനരശ്മി പോയ മീഡിയത്തിലോട്ട് തന്നെ, അതേ മാധ്യമത്തിലോട്ട് തന്നെ തിരിച്ചു വരും. ഈ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുക. ക്ലിയർ അല്ല? കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ ക്രിട്ടിക്കൽ ആംഗിൾ. ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്നത്, ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ ലൈറ്റ് അതേ മീഡിയത്തിലോട്ട് തന്നെ തിരിച്ചു വരും. ക്ലിയർ? ഓക്കെ. അടുത്ത നെക്സ്റ്റ് വൺ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെ, ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകണം. ശരിയല്ലേ? അഥവാ ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞു വെച്ചാൽ ഡെൻസിറ്റി കൂടിയ മീഡിയം, സാന്ദ്രത കൂടിയ മീഡിയത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മീഡിയത്തിലോട്ട് പോകണം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ് പറയുന്നത് കേട്ടോ. അടുത്ത, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. പതന കോൺ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കോണിനേക്കാളും കൂടുതലായിരിക്കണം കേട്ടോ. ക്രിട്ടിക്കൽ ആംഗിൾ എല്ലാവരും ഒന്ന് അറിഞ്ഞു വെച്ചോട്ടാ. വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 48.6 ആണ്. ഒന്ന് പഠിച്ചു വെക്കുന്ന നല്ലതായിരിക്കും. വാട്ടറിന്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ 48.6 ആണ്. ഗ്ലാസ് ആണെങ്കിൽ 42 ആണ് തോന്നുന്നു കേട്ടോ. ഗ്ലാസിന് 42 ഡിഗ്രിയാണ്. ഇത് വാട്ടറിന് 48 കേട്ടോ. ഓക്കെ. ഒരു ചിത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് പോവാണ്. ആദ്യം നോക്കടാ, 28 ഡിഗ്രി ആകുമ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്തു, 42 ഡിഗ്രി ആകുമ്പോൾ ഇങ്ങനെയാണ് പോയത്, 45 ആയപ്പോൾ വീണ്ടും ആ മീഡിയത്തിലോട്ട് തന്നെ തിരിച്ചു വന്നു. ചോദ്യം നോക്കടാ. ടിങ് ടിങ് ടിങ്. ഗൈസ് മാറുന്നില്ല ഗൈസ്. എൻ്റെ ഐപാഡിന് പ്രേ തുടങ്ങി ഗൈസ്. ഒന്ന് മിനിമൈസ് ചെയ്തെടുക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടിയുള്ള ഐപാഡ് സമ്മതിക്കണം നീ ക്ലാസ് എടുക്കാൻ. യെസ്, ടിൻ 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 ടിൻ. വാ മോനെ വാ, വന്നു. സോ മക്കളെ, ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ ഗ്ലാസ്? ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ് മക്കളെ? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ക്രിട്ടിക്കൽ ആംഗിൾ ഏതാണ്? 90 ഡിഗ്രി റിഫ്രാക്ട് ചെയ്യുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. അത് ചന്തമായി ഗൈസ്. അത് എത്രയാടാ? അത് 42 ഡിഗ്രിയാണ്. സംശയമൊന്നുമില്ല, നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അത് എത്രയാണ്? അത് 42 ഡിഗ്രി ആയിരിക്കും. യെസ്, ഇറ്റ് ഈസ് 42 ഡിഗ്രി. ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ് മക്കളെ? 42 ഡിഗ്രി ആയിരിക്കും. അടുത്ത, വിച്ച് ഫിഗർ റെപ്രസെന്റ്സ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ഏത് ചിത്രമാണ് പൂർണ്ണാന്തര പ്രതിപതനത്തെ സൂചിപ്പിക്കുന്നത്? സി ആണ്. സംശയമില്ലല്ലോ, അതേ മീഡിയത്തിലോട്ട് തന്നെ തിരിച്ചു വരുന്നത് സി ആണ്. സോ സി ആണ് സൂചിപ്പിക്കുന്നത്. റൈറ്റ് ടു അപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അറിയാലോ? ഒപ്റ്റിക്കൽ ഫൈബർ, ഡയമണ്ട്, എൻഡോസ്കോപ്പ്. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ചാനലാണ്. അതിലൂടെ ലൈറ്റ് ഇങ്ങനെ തട്ടിത്തെറിച്ചാണ് പോവുക. ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അപ്ലിക്കേഷൻ ആണ്. ഡയമണ്ടിന്റെ പ്രകാശ തിളക്കത്തിന് കാരണം നമ്മുടെ സ്വന്തം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ വായിക്കകത്തൂടെ ഒരു കോയിൽ ഇട്ടിട്ട് വൈറ്റിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ നോക്കാറില്ലേ? ആ ഉപകരണമാണ് എൻഡോസ്കോപ്പ് എന്ന് പറയാം. മെഡിക്കൽ അപ്ലയൻസസ് ആണ്. അതായത് അറിയാലോ,
അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന എൻഡോസ്കോപ്പ് എന്ന് പറയുക. സോ ഈ 3 അപ്ലിക്കേഷൻസ് ആണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉള്ളത്. 3 പഠിച്ചു വെക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ്, പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. സെറ്റ് മക്കളെ, ഇത്രയേ ഉള്ളൂ. സോ ഇതോടുകൂടി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു ചതിച്ചലടാ കള്ള ഏതായിരിക്കും മനസ്സിലുണ്ടാവുക മക്കളെ. 10 ടോപ്പിക്കുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇവയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ചോദ്യം വരാൻ പോകുന്ന, ഒരു സംശയവും വേണ്ട. അടിപൊളിയായിട്ട് പഠിക്കുക, അന്തസ്സായിട്ട് പഠിക്കുക. സോ നമ്മുടെ ഇന്നത്തെ ലൈവ് മറക്കരുത്. 7 മണിക്ക് ഒരു ഗംഭീരമായ ലൈവ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഉഷാറായിട്ട് പഠിക്കുക. സോ ഗൈസ്, ലവ് യു ആൾ, ടേക്ക് കെയർ. താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഉണ്ടായിരിക്കും. ബൈ.